നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് പ്രവചനം 40-ാം അധ്യായം 30-31 വചനം. நமக்கு எல்லாருக்கும் நன்றாக தெரிந்த ஒரு வசனம் தான் ஏசாயா 40-ஆம் அதிகாரம் 30-31 வசனங்கள். ഹല്ലേലൂയ. ஹல்லேலூயா. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, அதிலே அந்த வசனத்தில் இப்படியாக எழுதி இருக்கிறது, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, வாலிபர்கள் இளைஞர்கள் இளைப்படைந்து சோர்ந்து போவார்கள், യൗവനക്കാരും ഇടറി വീഴും. வாலிபர்கள் இடறி விழுவார்கள். ആരൊക്കെ ക്ഷീണിച്ച് തളർന്നു പോയാലും, யாரு ரொம்ப சோர்வடைந்து தளர்ந்து போனாலும், യൗവനക്കാർ ഇടറി വീണാലും, வாலிபர்கள் இடறி விழுந்தாலும், എങ്കിലും ஆனாலும் ഞാൻ വീഴത്തില്ല, நான் விழவிட மாட்டேன். ഹല്ലേലൂയ. ஹல்லேலூயா. ഞാൻ വീഴത്തില്ല, நான் விட மாட்டேன். ഇല്ല വീഴത്തില്ല. நான் காரணம், ഞാൻ വീഴുന്നവരുടെ കൂട്ടത്തിലല്ല, நான் விழுந்து போவருடைய கூட்டத்தில் அல்ல, നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണ്. நிற்கிறவருடைய கூட்டத்திலே நான் இருக்கிறேன். ഹല്ലേലൂയ. ஹல்லேலൂயா. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം, നല്ല എനർജറ്റിക് ആയിട്ട്. ഓക്കെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഹല്ലേലൂയ സ്തോത്രം ഒന്ന് കൈയൊക്കെ അടിച്ച് സന്തോഷത്തോടെ ബെസ്റ്റ് ആയിരിക്കും. நல்ல உற்சாகமா இருக்கணும். அடிக்கடி கரங்களை தட்டி ஹல்லேலூயா சொன்னா கொஞ்சம் உற்சாகமாக இருக்கும். ഹല്ലേലൂയ. ஹல்லேலூயா. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. கரங்களை உயர்த்தி കൈവീശി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. கரங்களை வீசி சொல்லுவோம். വെരി ഗുഡ്. ஹல்லேலூயா. അപ്പൊ ഞാൻ വീഴുന്നവരുടെ കൂട്ടത്തിലല്ല, நான் விழுந்து போவருடைய கூட்டத்தில் அல்ல, നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണ്. நான் நிற்கிறவருடைய கூட்டத்திலே நான் இருக்கிறேன். എങ്കിലും எனினும் കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, காத்திருக்கிறவர்கள் பலனை பெற்றுக் கொள்வார்கள். അവர்கள் കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരത്തിൽ കയറും. அவர்கள் கழுகுகளை போல சிறகுகளை அடைத்து உயர பறந்து போவார்கள். തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. அவர்கள் ஓடினாலும் இளைப்படையார்கள், நடந்தாலும் சோர்ந்து போக மாட்டார்கள். ഈ ഓടുമ്പോൾ ക്ഷീണിക്കുന്നതും നടക്കുമ്പോൾ തളർന്നു പോകുന്നതും നെഗറ്റീവാണ്. ஓடும் பொழுது சோர்ந்து போகிறவர்கள், நடக்கும் பொழுது தளர்ந்து போகிறவர்கள் சாதாரணம். നെഗറ്റീവ്, എതിർമറയാണത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ ചേരരുത്. அப்படிப்பட்ட ஆட்களோடு கூட நாம் சேரக்கூடாது. നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുന്നവരുടെ കൂടെ നടക്കണം. நல்ல பாசிட்டிவாக இருக்கிறவர்களோடு நாம் சேர வேண்டும். ഹല്ലേലൂയ. ஹல்லேலூயா. പ്രൈസ് ദി ലോർഡ്. അവരാണ് കഴുകന്മാർ എന്ന് പറയുന്നത്. அவர்கள் தான் കഴുകை போல ഓടുகிறവர்கள். ഇന്നത്തെ മെസ്സേജ് ഈഗിൾ ക്ലബ്. செய்தி കഴുகு. എല്ലാവരും പറഞ്ഞു ഈഗിൾ ക്ലബ്, കഴുகு. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴുകന്മാരുടെ ക്ലബ്, കഴുകന്മാരുടെ കൂട്ടം, കഴുകിനുடைய കൂട്ടം. ഹല്ലേലൂയ. ആരാണ് കഴുകൻ? இந்த കഴുകൻ എന്ന് പറഞ്ഞത് ആരാണ്? കഴുகு என்று சொல்லுகிறது யார்? ആകാശത്തിലെ രാജാവ്. അത വാനത്തിനുடைய രാജா. 3 രാജാക്കന്മാരെ കുറിച്ച് ഞാൻ പറയാം. 3 ராஜாக்களை குறித்து நான் சொல்ல போகிறேன். കാട്ടിലെ രാജാവ്, കാട്ടിലെ രാജാ ഉണ്ട്, അത് സിംഹമാണ്. അത് സിംഹം. ആകാശത്തിലെ രാജാവ്, വാനത്തിലെ രാജാ ഉണ്ട്, ഈഗിൾ, അത് കഴുகு. നാട്ടിലെ രാജാവ്, നാടുകളിലെ രാജാ ഉണ്ട്, നാട്ടിലെ രാജാവ്, ദേശത്തിനുடைய രാജാ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വനത്തിലെ രാജാവ് സിംഹം, കാട്ടിലുള്ള രാജാ സിംഹം, ആകാശത്തിലെ രാജാവ് കഴുകൻ, വാനത്തിനുடைய രാജാ കഴുகு, നാട്ടിലെ രാജാവ് യേശു, ദേശത്തിനുடைய രാജാ യേശു. നാട്ടിൽ യേശു രാജാവായാൽ, ദേശത്തിലെ യേശു രാജാവാக இருந்தால் ഞാനും രാജാവാണ്, നാനും രാജാതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന്റെ ഫീഡ്ബാക്ക് മാത്രം ഇച്ചിരി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞേ, യേശു എന്റെ രാജാവാണ്. യേശു, എല്ലാവരും சொல்லுவோம், യേശു என்னுடைய ராஜாவாக இருந்தால். യേശു എന്റെ രാജാവാണ്. യേശു എന്റെ രാജാവാக இருந்தாൽ. എനിക്കിന്ന് സമയമില്ല. പ്രോഫറ്റ് ലിനീഷ് ടെന്നിസൺ എന്ന യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കിയാൽ ആ പാട്ട് അതിനകത്ത് കിടപ്പുണ്ട്. പ്രോഫറ്റ് ലിനീഷ് പ്രോഫറ്റ് ലിനീഷ് LINISH ഓക്കെ, ലിനീഷ് ടെന്നിസൺ എന്നുള്ള ചാനൽ അടിച്ചു നോക്കി അതിനകത്ത് പ്രൊഫറ്റിക്കൽ വേർഡ്, പ്രൊഫറ്റിക്കൽ സോങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും.
ഹല്ലേലൂയ. அவருடைய பேரை நீங்கள் யூடியூப்ல அடித்து பார்த்தீர்கள் சொன்னால் தீர்க்க தரிசன வார்த்தைகள், செய்திகள், பாடல்கள் அதில் இருக்கும். യേശു എന്റെ രാജാവാണ്, യേശു എന്റെ രാജാവാണ്. യേശു രണ്ടുപേര് വേണം കേട്ടോ പാടാൻ വേണ്ടിട്ടൊക്കെ. ഇത് രണ്ടുപേര് ചേർന്ന് പാടേണ്ട പാട്ടാണ്. യേശു എന്റെ രാജാവാണ്, യേശു എന്റെ രാജാവാണ്. യേശു എന്റെ രാജാവായാൽ ഞാൻ അവന്റെ പുത്രനാണ്. പറഞ്ഞേ, യേശു എന്റെ രാജാവായാൽ, இயேசு என்ற ராஜாவாயல்ல பாடுவோம். ഞാൻ അവന്റെ പുത്രനാണ്. நான் அவருடைய பிள்ளையாகும். എനിക്കൊരു അപ്പനുണ്ട്, எனக்கு ஒரு தகப்பன் உண்டு, എനിക്കൊരു ഡാഡ് ഉണ്ട്. எனக்கு ஒரு ഡാഡ് ഉണ്ട്, டாடி உண்டு. അത് യേശുവാണ്. அது இயேசு. ആ ഡാഡി കിങ് ആണ്. அவர் ராஜா. ആ ഡാഡ് ആരാണ്? அவர் யாரு? യേശു രാജാവായാൽ, இயேசு ராஜாவாக இருந்தால் അവന്റെ പിള്ളയായ ഞാനും രാജാവാണ്. அவருடைய புத்திரனாகிய நானும் ராஜாவாகும். യേശു എന്റെ രാജാവായാൽ, இயேசு என்ற ராஜாவாயால் ഞാനും ഒരു രാജാവ്. நானும் ஒரு ராஜாவு. ഹല്ലേലൂയ. ஹல்லேலூயா. എനിവേ, ഓക്കേ. അപ്പൊ ആകാശത്തിലെ രാജാവ് കഴുകനാണ്. வானத்தினுடைய ராஜா கழுகு. ആമേൻ. ஆமென். നമ്മൾ ദൈവത്തിന്റെ കഴുകന്മാരാണ്. நாம் தேவனுடைய கழுகு கூட்டத்தை சேர்ந்தவர்கள். താങ്ക് യു ചാൾസ് ബ്രദർ, ഗോഡ് ബ്ലെസ് യു. ഓക്കേ, നമ്മൾ ദൈവത്തിന്റെ കഴുകന്മാരാണ്. நாம் தேவனுடைய கழுகு கூட்டத்தை சேர்ந்தவர்கள். ഹല്ലേലൂയ. ஹல்லேலூயா. കഴുകനോട് ചോദിച്ചാൽ, கழுகனிடத்திலே நீங்கள் போய் கேட்டால், ഹേ കഴുകനെ, ஏ கழுகே, നിന്റെ ലിമിറ്റ് എത്ര വരെയാണ്? உன்னுடைய லிமிட் எதுவரைக்கும்? പ്രൈസ് ദി ലോർഡ്. നിന്റെ വളർച്ച എത്ര വരെയാണ്? உன்னுடைய வளர்ச்சி எதுவரைக்கும்? നിന്റെ ഉയർച്ച എത്ര വരെയാണ്? நீ உயர்ந்து போகிறது எதுவரைக்கும்? പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. നമുക്ക് കഴുകന്റെ വളർച്ചയും ഉയർച്ചയും നമുക്ക് അളക്കാം. கழுகுனுடைய ஒரு வளர்ச்சியையும் அதனுடைய ஒரு உயர்வையும் நாம் அளந்து விட முடியும். ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴുകനോട് ചോദിക്കാം, നീ മാക്സിമം എത്ര വളരും? நான் கழுவை கூட கேட்டால், நீ மேக்சிமம் எதுவரைக்கும் நீ வளர்வாய்? എതുവരെയാണ് നിന്റെ ഉയർച്ച? எதுவரைக்கும் நீ உயர்ந்து போவாய்? കഴുകന്റെ റിപ്ലൈ, കഴുകന്റെ റിപ്ലൈ, அவன் கழுகு நம்மை பார்த்து சொல்லுவான், സ്കൈ ഈസ് മൈ ലിമിറ്റ്. வானம் என்னுடைய எல்லை என்று சொல்லுவான். ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായില്ല? നിങ്ങൾ മനസ്സിലായില്ല? കഴുകനോട്, கழுகினிடத்திலே നിന്റെ വളർച്ചയുടെ പരിധി ചോദിച്ചാൽ, உன்னுடைய வளர்ச்சியை குறித்து நாம் கேட்கும் பொழுது, നിന്റെ വളർച്ചയുടെ ലിമിറ്റേഷനെ കുറിച്ച് ചോദിച്ചാൽ, உன்னுடைய வளர்ச்சியினுடைய லிமிட்டை குறித்து நாம் கேட்டால், ഉയർച്ചയുടെ ലിമിറ്റേഷനെ കുറിച്ച് കേട്ടാൽ, உன்னுடைய உயர்வினுடைய அதாவது லிமிட்டை குறித்து நாம் கேட்கும் பொழுது, കഴുകൻ പറയും, கழுகு சொல்லும், സ്കൈ ഈസ് മൈ ലിമിറ്റ്. வானம் என்னுடைய எல்லை என்று சொல்லும். ആകാശത്തിന് എത്ര വലിപ്പം ഉണ്ടോ, வானம் எவ்வளவு உயரமா இருக்கிறதோ, വലിപ്പം, അതിന് എത്ര വലിപ്പം ഉണ്ടോ, எவ்வளவு அகலமா இருக்கிறதோ, அது போலவே ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. தேவன் உங்களை ஆசீர்வதிக்க போகிறார். ഹല്ലേലൂയ. 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 അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞത്. தேவன் ஆபிரகாமை அழைக்கும் பொழுது சொன்னது என்னன்னு சொன்னால், അബ്രഹാമിനെ വിളിച്ച് ലോകത്തെ അല്ല കാണിച്ചു കൊടുത്തത്. ஆபிரகாமை கூப்பிட்டு உலகத்தை எல்லாவற்றையும் காட்டி கொடுத்து, അല്ല, ലോകത്തെ അല്ല കാട്ടിക്കൊടുത്തത്, உலகத்தை அல்ல காட்டி கொடுத்தது. അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുത്തത്, ஆபிரகாமுக்கு தேவன் காட்டி கொடுத்தது ആകാശത്തെ നോക്കാൻ പറഞ്ഞു. வானத்தை பார்க்க சொன்னார். നിന്റെ ഉയർച്ച എന്താണെന്ന് നീ അറിയണമെങ്കിൽ, உன்னுடைய உயர்வு எது என்று சொல்லி நீங்கள் அறிந்து இருந்தால், നീ ഈ ഭൂമിയെ അല്ല നീ നോക്കേ, இந்த பூமியை பார்க்க கூடியவர் அல்ல, നീ ആകാശത്തെ നോക്കണം. நீ வானத்தை பார்க்கணும். ആകാശത്തിന് എത്ര വലിപ്പമുണ്ടോ, வானத்துக்கு எவ்வளவு அகலம் உண்டோ, അതുപോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. அது போலவே தேவன் உங்களை ஆசீர்வதிக்க போகிறார். ഹല്ലേലൂയ. ஹல்லேலூயா. അടുത്തിരിക്കുന്നവരെ കയ്യെ പിടിച്ചിട്ട് கரங்களை தட்டி பக்கத்துக்கு சொல்லி ஆண்டவரை மகிமைப்படுத்துவோமா. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ കൈ പിടിച്ചിട്ട് പറഞ്ഞേ, பக்கத்தில் இருக்கிறவர்களை கரங்களை தட்டி சொல்லுவோம், ബ്രദർ, பிரதர், സിസ്റ്റർ, നിന്റെ ലിമിറ്റ്, உன்னுடைய எல்லை സ്കൈ. வானம். പറഞ്ഞേ, സ്കൈ ഈസ് മൈ ലിമിറ്റ്. ஸ்கை இஸ் மை லிமிட் என்று சொல்லுவோம். ഹല്ലേലൂയ. ஹல்லேலூயா. ബിസിനസ് ചെയ്യുന്നവർ നോക്കേണ്ടത് നിന്റെ പ്രതികൂലങ്ങളെ അല്ല. வியாபாரம் பண்ணுகிறவர்கள் பார்க்க வேண்டியது நீங்கள் படுகிற கஷ்டங்களை அல்ல, ആകാശത്തെ നോക്കണം. வானத்தை பார்க்கணும். ആകാശത്തെ നോക്കിയിട്ട് പറയണം,
வானத்தை பார்த்து சொல்ல வேண்டும், കർത്താവേ, கர்த்தாவே, എന്റെ പിതാവിനോട് നീ കൊടുത്തൊരു വാഗ്ദത്തം ഉണ്ട്, ഒരു പ്രോമിസ് ഉണ്ട്. என்னுடைய பிதாவுக்கு நீர் கொடுத்த ஒரு வாக்குத்தத்தம் உண்டு. ആകാശത്തെ പോലെ എന്നെ വലുതാക്കുമെന്ന്. வானத்தை போல என்னை ஆசீர்வதிக்க வேண்டும் என்று சொன்னார். അതുപോലെ அதை போல എന്റെ ബിസിനസ് വളരട്ടെ. என்னுடைய வியாபாரம் வளரட்டும். ഹല്ലേലൂയ. ஹல்லேலூயா. ഇന്ന് പകല് ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? இந்த இடத்துல வியாபாரம் செய்கிறவர்கள் யாராவது இருக்கிறீர்களா? കൈ ഉയർത്തി. ബിസിനസ് ചെയ്യുന്നവർ കൈ ഉയർത്തി. வியாபாரம் பண்ணுகிறவர்கள் கரங்களை உயர்த்துங்க. ബ്രദർ, சகோதரனே, നിന്റെ ബിസിനസിന്റെ വളർച്ച உன்னுடைய வியாபாரத்துடைய வளர்ச்சி ആകാശത്തെ പോലെ വലുതാക്കുമെന്ന് ஆகாசத்தை போல கர்த்தர் ஆசீர்வதிப்பார், பல மடங்கு பெருகப்படுவார். പരിശുദ്ധാത്മാവ് പറയുന്നു. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകല് ചിലരെ നോക്കി പറയുകയാ. பரிசுத்த ஆவியானவர் இந்த கால வேளையில சிலரை குறித்து சொல்லுகிறார். ആകാശത്തിന് എത്ര വലിപ്പമുണ്ടോ, வானம் எவ்வளவு பெருசாக அகலமாக இருக்கிறதோ അതുപോലെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. அதை போல தேவன் உங்களை வர்த்திக்க பண்ணுவார். ഹല്ലേലൂയ. ஹல்லேலூயா. ഒരു ആമേൻ പറഞ്ഞേ. எல்லாரும் சொல்லுவோம். ഹല്ലേലൂയ. ஹல்லேலூயா.